channel again. Thank you for watching my channel and supporting my channel. സങ്കീർത്തനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാം യഹോവയെ ഭയത്തോടെ സേവിക്കണം, വിറയലോടെ അവനെ ഘോഷിച്ച് ഉല്ലസിക്കണം. നാം ഭയത്തോടെ യഹോവയെ സേവിക്കുന്നില്ല എങ്കിൽ, വിറയലോടെ അവനെ സേവിക്കുന്നില്ല എങ്കിൽ, ആരാധിക്കുന്നില്ല എങ്കിൽ, യഹോവയുടെ കോപം നമ്മുടെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവനെ അനുസരിക്കാത്ത ഒരു വ്യക്തി, യഹോവയെ ഭയത്തോടെ സേവിക്കാത്ത ഒരു വ്യക്തി, യഹോവയെ അനുസരിക്കാതെ തങ്ങളുടേതായ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവൻ മഹാദയാലുവാകുന്ന ദൈവമാകും. എന്നാൽ അവന്റെ വഴികളിൽ നടക്കാതെ തന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ എതിരായി പ്രവർത്തിക്കും എന്ന് ഇവിടെ കാണുന്നു. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവൻ കോപിക്കുന്ന ദൈവമാകുന്നു. അവൻ മഹാദയാലുവാകുന്ന ദൈവമാകുന്നു എന്ന് അവൻ മഹാദൈവമാകുന്നു, മഹാദയാലുവാകുന്ന ദൈവമാകുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അവന്റെ വഴികളെ വിട്ട് തങ്ങളുടേതായ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ കോപിക്കുന്ന ദൈവമാകുന്നു. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അങ്ങനെയെങ്കിൽ നാം അവനെ അനുസരിക്കാതെ, അവനെ ഭയത്തോടെ വിറയലോടെ അവനെ സേവിക്കാതിരിക്കുന്നുവെങ്കിൽ, ആരാധിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായും നമ്മളെ നശിപ്പിക്കുവാൻ ഇടയാകും. അതാണ് ഇവിടെ വായിക്കുന്നത്: വഴിയിൽ വെച്ച് നിങ്ങൾ നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. പുത്രൻ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ചുംബിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുകയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. യഹോവയെ ശരണമാക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന, അവൻ ദൈവമായി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ഭാഗ്യമേറിയവനാണ്. അങ്ങനെയെങ്കിൽ അവൻ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ ഇടയായിത്തീരുകയില്ല. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഇതാകുന്നു സമയം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക. അവനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. അവൻ മാത്രമാകുന്നു ഏക ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ താല്പര്യമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോ ഇനിയും ലഭിക്കേണ്ടതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണുന്നതിന് വരെ ബൈ. ഗോഡ് ബ്ലെസ്.